എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശൈത്താൻ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി. എങ്ങനാ ഇവൻ നമ്മുടെ ശത്രുവായെ? ആരാ ശൈത്താൻ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ശൈത്താനും മലക്കുകളുടെ ഉസ്താദായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും പവറുള്ള മഹത്വമുള്ള ആളായിരുന്നു ശൈത്താൻ. ശൈത്താന്റെ പേര് തന്നെ ഒരുപാട് പേരുകളുണ്ട്. ശൈത്താൻ ഒരുപാട് പേരുകളുണ്ട്. അസാസിൽ എന്നൊക്കെ പേരുകൾ, ഒരു 6, 7, 10, 12ഓളം പേരുകൾ ശപിക്കപ്പെട്ട ശൈത്താൻ ഉണ്ടായിരുന്നു. അത്രയും വലിയ പദവിയിലുള്ള മനുഷ്യനായിരുന്നു ശൈത്താൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മലക്കുകൾ എപ്പോഴും വന്നിട്ട് തന്റെ ഉസ്താദായ അസാസീലിനോട് മലക്കുകൾ വന്നിട്ട് പറയുമായിരുന്നു, അള്ളാഹു പറയുന്നു, നമ്മളിൽ ഏതോ ഒരു ശപിക്കപ്പെട്ടവനുണ്ട്. എല്ലാവരും വന്നിട്ട് ശൈത്താനോട് പറയുമായിരുന്നു, ഉസ്താദിനോട് പറയുമായിരുന്നു, നമ്മളിൽ ഒരു ശപിക്കപ്പെട്ടവനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് മലക്കുകൾ മുഴുവനും അവരുടെ ഉസ്താദായ അസാസീലിനോട് വന്ന് പറയുമ്പോൾ അവരുടെ ഉസ്താദായ ശൈത്താൻ ദുആ ചെയ്യുമായിരുന്നു, പടച്ചവനെ, ഇവരെ എല്ലാവരെയും ആ ശപിക്കപ്പെട്ടവനിൽ നിന്ന് നീ കാക്കണേ പടച്ചവനെ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും, സ്വന്തം കാര്യം പറയില്ലായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും ആ ശപിക്കപ്പെട്ടവനെ തൊട്ട് നീ കാക്കണേ എന്ന് ദുആ ചെയ്യേണ്ടതിന് പകരം ശൈത്താന് വലിയ പ്രതീക്ഷയായിരുന്നു, ഞാനതാവൂല, ഇവരാകും, അതുകൊണ്ട് റബ്ബേ ഇവരെ എല്ലാം നീ കാക്കണേ പടച്ചവനെ എന്ന് ദുആ ചെയ്യുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ പദവിയുള്ള ഏറ്റവും ഉയർന്ന മലക്കുകളുടെ ഉസ്താദായിരുന്ന ശപിക്കപ്പെട്ട ശൈത്താൻ എങ്ങനെയാണ് നമ്മുടെ ശത്രുവായതെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, മലക്കുകളുടെ ഉസ്താദായിരുന്ന ശപിക്കപ്പെട്ടവൻ എങ്ങനെയാണ് നമ്മുടെ ശത്രുവായതെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയുന്നു, ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഒരിക്കൽ അല്ലാഹു മലക്കുകളെ മുഴുവനും വിളിച്ചിട്ട് പറയുന്ന, മലക്കുകളെ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഞാൻ ഒരു വിഭാഗം ജനങ്ങളെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പടച്ചവനെ മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ പറയുന്നു, അല്ലാഹ്, നിന്നെ ആരാധിക്കുവാൻ, നിനക്ക് നന്ദി രേഖപ്പെടുത്താൻ, നിന്നെ ഓർക്കുവാൻ, നിനക്ക് ദിക്ർ പറയാൻ അല്ലാഹുവേ 24 മണിക്കൂറും ഞങ്ങളുണ്ടല്ലോ പടച്ചവരെ. എന്തിനാണ് പടച്ചവരെ ഇനി മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നത്? അല്ലാഹുവേ, അവരെ നീ സൃഷ്ടിക്കല്ലേ പടച്ചവരെ. അവര് തമ്മിലടിക്കുന്നവരാണ്, അവര് പരസ്പരം വെട്ടിക്കൊല്ലുന്നവരാണ് പടച്ചവരെ. അവര് ഫിത്നയും ഫസാദും പറഞ്ഞിട്ട് നാട് നശിപ്പിക്കുമെന്ന് അല്ലാഹുവിനോട് മലക്കുകൾ മുഴുവനും പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയാണ്. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അല്ലാഹു സൃഷ്ടിക്കുകയാ. അല്ലാഹു തന്റെ കൈകൊണ്ടാണ് ആദമിനെ സൃഷ്ടിച്ചത്. അല്ലാഹു തന്നെയാണ് ആദമിനെ റൂഹമൂതിയത്. എന്റെ പ്രിയമുള്ളവരെ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുക്കുകയാ. ഒരു മലക്കുകൾക്കും പറഞ്ഞു കൊടുക്കാത്ത, മലക്കുകളുടെ ഉസ്താദായ അസാസീലിന് പോലും അല്ലാഹു പറഞ്ഞു കൊടുക്കാത്ത ഒരുപാട് അറിവുകൾ അല്ലാഹുവേ ആദം നബിക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ അതാ കൊണ്ടുവന്ന് മലക്കുകളുടെ മുന്നിൽ നിർത്തുകയാ. മലക്കുകളുടെ മുന്നിലേക്ക് അല്ലാഹുവേ പടച്ചവൻ ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫസ്തുദൂലി ആദമാ, മലക്കുകളോട് പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകളെ, ഈ ആദമുണ്ടല്ലോ നിങ്ങളെക്കാളും അറിവുള്ളവനാണ്, നിങ്ങളെക്കാളും അറിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങളെക്കാളും അറിവുള്ള ആദമിന് ഫസ്തുദൂലി ആദമാ, നിങ്ങളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്യാ പറയുമ്പോൾ, എല്ലാ മലക്കുകളോട് സുജൂദ് ചെയ്യാ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. എല്ലാവരും സുജൂദ് ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫസജദൂ
എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാ. പക്ഷേ ഒരാളുണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദായിരുന്ന അസാസീൽ എന്ന് പറയുന്നവനുണ്ടല്ലോ, എല്ലാവരും ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുമ്പോ ഇവൻ മാത്രം സുജൂദ് ചെയ്യുന്നില്ല. അള്ളാഹു പറഞ്ഞു, നീ ആദമിന്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യ്, നിന്നെക്കാലും അറിവുള്ളവനാണ്, നിന്നെക്കാലും മഹത്വമുള്ളവനാണ്. ആ സമയം ആദം നബി അലൈഹിസ്സലാമിനോട് സുജൂദ് ചെയ്യാൻ പറയുമ്പോ അസാസീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അള്ളാഹുവിനോട് പറയുന്നു, അല്ലാ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് പടച്ചവരെ, എന്നെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ് പടച്ചവര്. ഈ ആദമിനെ സൃഷ്ടിച്ചത് ചെളിമണ്ണിൽ നിന്നാണ് പടച്ചവരെ. അതുകൊണ്ട് ആദമിനെക്കാളും മഹത്വമുള്ളവൻ ഞാനാണ്, ഞാൻ സുജൂദ് ചെയ്യില്ല പടച്ചവര്. ആദമിനെ ഞാൻ സുജൂദ് ചെയ്യില്ല പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രമറിയാ, അല്ലാഹു അതാ ആദമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരില്, അഹങ്കാരം കാണിച്ചതിന്റെ പേരില് അല്ലാഹു അതാ അസാസീൽ എന്ന് പറയുന്ന മലക്കിനെ ശപിക്കുക. അല്ലാഹുവേ, അവനെ പടച്ചവനെ ശപിക്കുകയാ. അല്ലാഹു അവനെ ശപിച്ചിട്ട് അതാ മലക്കുകളുടെ ഉസ്താദ് എന്ന പദവിയിൽ നിന്നവനെ അടിച്ചിറക്കുകയാണ്. ആ സമയമുണ്ടല്ലോ, ശപിക്കപ്പെട്ടവനായ ശൈത്താൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, ഞാനിങ്ങനെ ആകാം കാരണം ഈ ആദമാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ ആദമിനെയും തന്റെ മക്കളെയും ഞാൻ നശിപ്പിക്കുമല്ലോ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവര് ആദമിന്റെ മക്കളായിരിക്കും പടച്ചവര്. ആ സമയത്ത് അല്ലാഹു പറയുന്ന, ശപിക്കപ്പെട്ടവര്, എന്റെ അടിമകളെ മുഴുവനും നിനക്ക് നശിപ്പിക്കാൻ കഴിയില്ല, എന്റെ അടിമകളെ മുഴുവനും നിനക്ക് നശിപ്പിക്കാൻ കഴിയില്ല. എടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, നീ എന്തെല്ലാം ചെയ്താലും അവരെ നശിപ്പിക്കാൻ നിനക്ക് കഴിയില്ല. ശപിക്കപ്പെട്ടവനെ പറയുന്നു, അല്ലാ, അവരെയും ഞാൻ നശിപ്പിക്കും പടച്ചവര്. എന്നിട്ട് റബ്ബിനോട് പറയുന്നു, റബ്ബേ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് ജീവിക്കാനുള്ള അവസരം തരുമോ അല്ലാ? ഖിയാമത്ത് നാൾ വരെ ജീവിക്കുവാനുള്ള ആയുസ്സവനെ ചോദിച്ചു വാങ്ങുകയാ.